ഇന്ത്യയുടെ സംസ്കാരവും പൈതൃകവും പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ട് മാത്രമല്ല, ചരിത്രം കൊണ്ടും പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ആത്മീയ കേന്ദ്രങ്ങൾ എന്നതിനൊപ്പം തന്നെ സമ്പത്തിൻ്റെ കേന്ദ്രം കൂടിയാണ് പല ക്ഷേത്രങ്ങളും. നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെ നോക്കിയാൽ മതിയല്ലോ. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ്. മലയാളികൾ സ്ഥിരമെത്തുന്നൊരു ക്ഷേത്രമാണിത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലെത്തിയത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമല്ലേ? മലയാളികൾ എത്താത്ത ഒരു ദിവസം പോലും കൊല്ലൂരിലില്ല എന്നാണല്ലോ വിശ്വാസം. എന്നാൽ നമ്മുടെ ക്ഷേത്രം ഇതല്ല. ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം കാണാൻ യാത്ര ഇനിയും കിലോമീറ്ററുകൾ മുന്നോട്ട് പോകണം. ദക്ഷിണ കന്നഡ ജില്ലയിലെ കുക്കെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കർണാടകയിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം. 2024-25 വർഷത്തിൽ ക്ഷേത്രത്തിൻ്റെ വാർഷിക വരുമാനം 155.95 കോടിയാണ്. ഓരോ വർഷം ചെല്ലുന്തോറും കോടികളാണ് വരുമാനത്തിൽ വർദ്ധിക്കുന്നത്. കർണാടകയിൽ നിന്ന് മാത്രമല്ല, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ വിശ്വാസികൾ വന്നെത്തുന്ന പ്രധാന ക്ഷേത്രമാണിത്. പേരുപോലെ തന്നെ സുബ്രഹ്മണ്യൻ അഥവാ കാർത്തികേയനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. സർപ്പങ്ങളെ കാക്കുന്ന സുബ്രഹ്മണ്യനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കുമാരപർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കുമാരധാര നദിക്കരയിലാണുള്ളത്. സുബ്രഹ്മണ്യ ഗ്രാമത്തിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം ഒരുപാട് വിശ്വാസങ്ങളാലും ആചാരങ്ങളാലും സമ്പന്നമാണ്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഗരുഡന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സർപ്പങ്ങളുടെ രാജാവായ വാസുകി ശിവനെ തപസ് ചെയ്ത് അനുഗ്രഹം നേടി. അങ്ങനെ സർപ്പങ്ങളെ ഗരുഡനിൽ നിന്ന് രക്ഷിക്കുവാനായി സുബ്രഹ്മണ്യനെ അയച്ചുവെന്നും അങ്ങനെ സുബ്രഹ്മണ്യൻ ഇവിടെ സർപ്പങ്ങളുടെ കാവൽക്കാരനായി വാഴുന്നുവെന്നുമാണ് ഒരു വിശ്വാസം. സർപ്പങ്ങളുടെ രക്ഷകൻ എന്ന നിലയിലാണ് ഇവിടെ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത്. തപസ് ചെയ്ത് പരമശിവനെ പ്രീതിപ്പെടുത്തുകയും സർപ്പങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. വാസുകിയുടെ തപസ്സിൽ സംപ്രീതനായ ശിവൻ അപേക്ഷ കൈക്കൊണ്ടു. എന്നിട്ട് അപേക്ഷ പ്രകാരം സർപ്പങ്ങളെ രക്ഷിക്കാനായി സുബ്രഹ്മണ്യനെ അയക്കുകയും ചെയ്തു. അന്നു മുതലാണ് സുബ്രഹ്മണ്യനെ സർപ്പങ്ങളുടെ രക്ഷകൻ എന്ന നിലയിൽ ആരാധിക്കാൻ തുടങ്ങിയത്. ഇവിടെ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ സർപ്പദോഷങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. കാലസർപ്പദോഷം മാറ്റുവാനുള്ള ആശ്ലേഷബലി, സർപ്പശാപം നീക്കുവാനുള്ള സർപ്പദോഷ പരിഹാരം എന്നിവ ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ 2 പൂജകളാണ്. നിരവധി ആളുകളാണ് സർപ്പദോഷം മാറാനായി ദൂരദേശങ്ങളിൽ നിന്നുപോലും എത്തുന്നത്. ദിവസവും രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ രാത്രി 9 വരെയും ക്ഷേത്രദർശനം നടത്താം. ബാംഗ്ലൂരിൽ നിന്ന് 280 കിലോമീറ്റർ അകലെയാണ് കുക്കെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ട്രെയിനിന് വരുന്നവർക്ക് സുബ്രഹ്മണ്യ റോഡ് റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത്. ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് ഏകദേശം 12 കിലോമീറ്റർ ദൂരമേയുള്ളൂ. റോഡ് മാർഗം ബംഗളൂരു കുക്കെ സുബ്രഹ്മണ്യ യാത്രയ്ക്ക് ബംഗളൂരു ബന്ദടുക്ക റോഡാണ് തിരഞ്ഞെടുക്കേണ്ടത്.